ഒരു മനുഷ്യന് രീതി കൂടെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുക, ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിൽ പറയുന്നത് കേട്ടോ. അന്ന് മുതലേ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയതാണ് രീതി കൂടെ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, വർഷങ്ങളായിട്ട് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലൈഫിൽ സക്സസ് ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് മാത്രം വീട്ടിൽ നിൽക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ലേഡീസ് ഉണ്ട്. അവരോട് പറയാം, ഞാനൊക്കെ 2010 കല്യാണം കഴിയുമ്പോൾ +2 യോഗ്യത മാത്രമേ ഉള്ളൂ. അന്നൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ജോലിക്ക് പോകണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫിസിക്കലി നമ്മുടെ അറൗണ്ടിൽ നമുക്ക് ജോലിക്ക് പോകാനും നമ്മൾ സാധിക്കുന്നൊരു സിറ്റുവേഷൻ അല്ല. എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടുകാരെ നോക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ജോലിക്ക് പോവാന്നുണ്ടെങ്കിൽ ആ ടൈം ഭയങ്കര ഷെഡ്യൂൾ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ചിങ് ഭയങ്കരമാണല്ലോ. ഓരോ സ്ത്രീക്കും ഓരോ ദിവസം ഓരോരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു ജോലിക്ക് പോവുക, പഠിക്കുകയാണെങ്കിൽ ഓക്കെ, കാരണം മെന്റലി നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയോണ്ടേയിരിക്കല്ലേ. പക്ഷെ ഒരു ജോലിക്ക് പോകാൻ അവിടുത്തെ സ്ട്രെസ് വേറെ തന്നെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു സ്ത്രീക്ക് താങ്ങൂല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ രണ്ടാമത്തെ മോള് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഫ്രീ ആയപ്പോഴാണ് കരിയറിലോട്ട് ഒന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. ഫസ്റ്റ് തുടങ്ങിയ യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബ് ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റവന്യൂ ഉണ്ടാക്കായിരുന്നു ആദ്യമൊക്കെ ഫോക്കസ്. ആ ഫോക്കസിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതും. ഫസ്റ്റിലൊന്നും എനിക്ക് റവന്യൂ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് ഞാൻ ഫോക്കസ് ചെയ്ത ആ ഒരു രീതിയിലൂടെ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളത് അൽഹംദുലില്ലാഹ് ഇപ്പൊ ഞാൻ അത് ഉണ്ടാക്കി വെച്ചിട്ടോ. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഇപ്പോഴത്തെ സ്റ്റേജ്, ഇപ്പോൾ നിങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും, ചിലപ്പോൾ പേഴ്സണൽ ലൈഫ് ബിൽഡ് ചെയ്യുന്ന കൂട്ടത്തിൽ പ്രൊഫഷണൽ ലൈഫ് എവിടെ എത്തിയില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മളെ മുന്നിൽ വർഷങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കരിയറിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട്, നമ്മൾ അറൗണ്ടിൽ നമ്മൾ എന്താവണം എന്ന് നമ്മളെ യൂണിവേഴ്സ് തീരുമാനിക്കും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോയി. ഇന്നിപ്പോ ചില ആളുകൾക്ക് ഭയങ്കര സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. പ്രശ്നങ്ങളുള്ളവരോട് എന്താ പറഞ്ഞറിയോ, പ്രശ്നങ്ങൾ നമ്മളെ ലൈഫിനെ എപ്പോഴും ഒരു സ്റ്റേജിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ആ സംഭവങ്ങളെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ ലൈഫ് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ട്. ഓവർകം ചെയ്യാൻ ശ്രമിക്കാതെ എനിക്ക് ഇങ്ങനത്തെ വിധിയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എവിടെ എത്താതാവുള്ളൂ. പ്രൊഫഷണൽ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ലൈഫ് കൊളാക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം അതിനൊക്കെ ഓരോരോ സമയങ്ങളുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക, വർക്ക് ചെയ്യേണ്ട സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, ആ ആഗ്രഹത്തിനെ നിങ്ങൾ പ്രാർത്ഥിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്യാന്ന് പറയും. ആ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്നാൽ മതി. ഓരോ നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് എന്താവണം എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നിങ്ങൾ എന്താവണം എന്നുള്ളത് നിങ്ങളിലേക്ക് ദൈവം എത്തിക്കും. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം തരുന്നു എന്ന് പറയും, അല്ലാത്തവർ യൂണിവേഴ്സ് തരുന്നു എന്ന് പറയും. എങ്ങനെയാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച എന്താണോ അത് നമ്മളിലേക്ക് എത്തും. അതിലൊരു നിരാശയും വരേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോവുക, പ്രയാസങ്ങൾ ഉണ്ടാവും, തരണം ചെയ്യുക. ലൈഫ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളെ കയ്യിലേക്ക് തന്നെ ചെയ്യും.